What's up guys, Shrivin here. UV and Tech in the latest വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രിയിൽ ഇന്നോവേഷന്റെ കാര്യം വരുമ്പോൾ എപ്പോഴും മുന്നിൽ നിന്നിട്ടുള്ള ഒരു കമ്പനിയാണ് വിവോ. സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു നോച്ച് ഇല്ലാതെ, ഒരു പഞ്ച് ഹോൾ ഇല്ലാതെ ആദ്യമായി ഒരു ഫുൾ സ്ക്രീൻ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തതാരാണ്? വിവോ. അതേപോലെ തന്നെ ഇന്ന് എല്ലാ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഫീച്ചറാണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ. ഇത് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തതും വിവോ ആണ്. അതേപോലെ തന്നെ ഒരു റെവല്യൂഷണറി ഗിംബിൾ ക്യാമറ സെറ്റപ്പാണ് വിവോ അവരുടെ ലേറ്റസ്റ്റ് ഫ്ലാഗ്ഷിപ്പായ X50 സീരീസിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ 2 ദിവസം മുന്നേ X50 സീരീസ് ഇന്ത്യയിൽ ലോഞ്ചായി. ഒരു കാര്യം എനിക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും, സ്മാർട്ട് ഫോൺ ഫോട്ടോഗ്രാഫീനെ വേറൊരു ലെവലിലേക്കാണ് വിവോ X50 സീരീസിലൂടെ സ്പെഷ്യലി ഈ ബിഗ് ഐ അല്ലെങ്കിൽ ഗിംബിൾ ക്യാമറയിലൂടെ എത്തിച്ചിട്ടുള്ളത്. സോ നിങ്ങളുടെ അടുത്ത സ്മാർട്ട് ഫോൺ വിവോ X50 Pro ആണോ? ആകണോ? ഈ വീഡിയോ ഫുള്ളായി കണ്ടാൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടും. സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ലെറ്റ്സ് ജംപ് ഇൻ ടു ദ വീഡിയോ ആൻഡ് ഡിസ്കസ് അബൌട്ട് വിവോ X50 സീരീസ്. സോ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വരുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഹൈ ക്വാളിറ്റിയിലുള്ള ഒരുപാട് വാല്യൂ ആഡ് ചെയ്യുന്ന മലയാളം ടെക് കണ്ടന്റാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ടേൺ ഓൺ ചെയ്യുക. സോ മെയിൻലി 2 ഡിവൈസുകളാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് X50 സീരീസിൽ. X50, X50 Pro. പേര് സജസ്റ്റ് ചെയ്യണ പോലെ തന്നെ X50 Proയുടെ ഒരു ചെറിയ വേർഷൻ ആണ് X50. സോ ആദ്യം നമുക്ക് X50 Proനെ പറ്റി ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് പതുക്കെ X50യിലേക്ക് എത്താം. സോ അതേപോലെ തന്നെ X50യിലെ ഏറ്റവും വലിയ ഫീച്ചർ നമുക്കറിയാം അതിന്റെ ക്യാമറയാണ്. സോ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ബാക്കി എല്ലാ സ്പെസിഫിക്കേഷൻസും നമുക്കൊന്ന് സിമ്പിൾ ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് കവർ ചെയ്ത് പോവാം. X50 Pro എന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഇതിന്റെ തിക്നെസ് ആണ്. വെറും 8 mm തിക്നെസ് മാത്രമാണ് X50 Proയ്ക്ക് ഉള്ളത്. അത് X50യിലേക്ക് വരുമ്പോൾ വെറും 7.5 mm തിക്നെസ് മാത്രമാണുള്ളത്. സോ ഇത്ര തിന്നായിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോൺ ആണെങ്കിൽ പോലും X50 Proയിൽ കിട്ടുന്നത് 4315 mAh ബാറ്ററിയാണ്. അതിൻ്റെ കൂടെ ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് 33 വാട്ട്സിന്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് കേപ്പബിലിറ്റിയും കിട്ടുന്നുണ്ട്. ഫോണിന്റെ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കർവ്ഡ് ഗ്ലാസ് ഡിസൈൻ ആണ് X50 Proയ്ക്കുള്ളത്. അതേപോലെ തന്നെ മുകളിൽ കോർണറിലായിട്ട് ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാം സെറ്റപ്പും ഉണ്ട്. ഇനി ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാലോ ഒരു രക്ഷയില്ല. ഒരു മെറ്റൽ പ്ലസ് ഫ്രോസ്റ്റഡ് ഗ്ലാസ് മാറ്റ് ഫിനിഷ് ലുക്കാണ് X50 Proയ്ക്ക് കൊടുത്തുള്ളത്. ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഹുവാവേ P40 Proന്റെ ഒക്കെ ഒരു ഡിസൈൻ, ഒരു ലുക്ക് നമുക്ക് തോന്നും. ബട്ട് സ്റ്റിൽ ഒന്നും പറയാനില്ല, കിഡിലൻ ലുക്ക് തന്നെയാണ്. സോ ഇതിനെ ഹുവാവേ ഡിസൈനിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഡെഫിനറ്റ്ലി ഇതിന്റെ ക്യാമറ മോഡ്യൂളാണ്. സോ ഇതിനെ ഡുവൽ ടോൺ ക്യാമറ മോഡ്യൂൾ എന്നാണ് പറയുന്നത്. സോ മൊത്തത്തിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് X50 Proയ്ക്കുള്ളത്. സോ ഈ ക്യാമറ മോഡ്യൂൾ തന്നെ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള, യുണീക്ക് ആയിട്ടുള്ള, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇത് കൊള്ളാലോ എന്ന് തോന്നിക്കുന്ന ടൈപ്പ് ലുക്കാണ്. ബിൽഡ് ക്വാളിറ്റി, ലുക്ക് ആൻഡ് ഫീൽ gets a thumbs up. X50 സീരീസിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു ഫുൾ HD പ്ലസ് E3 AMOLED പാനലാണ്. ഈ ഡിസ്പ്ലേക്ക് HDR10+ സപ്പോർട്ടും ഉണ്ട്. അതേപോലെ തന്നെ 90 ഹെർട്സിന്റെ ഡിസ്പ്ലേ കൂടിയാണത്. 180 ഹെർട്സിന്റെ ടച്ച് റെസ്പോൺസും അവൈലബിൾ ആണ്. ഇതുവരെ വന്നുള്ള എല്ലാ ഫസ്റ്റ് ഇംപ്രഷൻസിന്റെയും ബേസിസിൽ പറയാണ് X50 Proയുടെ ഡിസ്പ്ലേ ഈസ് ടോപ്പ് ക്ലാസ്. പ്രോസസ്സർ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള 8 സീരീസ് പ്രോസസ്സർ നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. അതിനു പകരം മിഡ് റേഞ്ചിനും ഫ്ലാഗ്ഷിപ്പിനും ഇടയിൽ വരുന്ന Snapdragon 765G എന്ന് പറയുന്ന പുതിയൊരു പ്രോസസ്സറാണ് വിവോ X50 സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ഈ പ്രോസസ്സറിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ 5G കേപ്പബിലിറ്റി ഉണ്ട് എന്നാണ്. സോ നമുക്ക് X50 Proയിൽ 5G കേപ്പബിലിറ്റി ലഭിക്കുന്നതാണ്. ഒരു OnePlus 8 Proയിലോ സാംസങ് S20 സീരീസിലോ കിട്ടുന്ന പോലെ ഒരു ഹൈ പെർഫോമൻസ് നമുക്ക് ഇവിടെ കിട്ടില്ല. ബട്ട് സ്റ്റിൽ 765G പ്രോസസ്സർ ഈസ് വെരി കേപ്പബിൾ. ഡെയിലി സ്മാർട്ട് ഫോൺ യൂസിനും അത്യാവശ്യം ഗെയിമിങ്ങിനും അത്യാവശ്യം നല്ല കേപ്പബിൾ ആയിട്ടുള്ള പ്രോസസ്സർ തന്നെയാണ് 765G. സോ ഈ പ്രോസസ്സറിനെ X50 Proയിൽ സപ്പോർട്ട് ചെയ്യുന്നത് 8GB RAM ആണ്. അതേപോലെ തന്നെ ഒരു 256GB സ്റ്റോറേജ് കപ്പാസിറ്റിയും X50 Proയിൽ ലഭ്യമാണ്. ആൽഫ ഗ്രേ എന്ന് പറയുന്ന ഒരേ ഒരു കളറിൽ 8GB റാമും 256GB സ്റ്റോറേജ് കേപ്പബിലിറ്റി ഉള്ള ഒരേ ഒരു വേരിയന്റ് മാത്രമേ ഇന്ത്യയിൽ X50 Pro ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. സോ ഇനി നമുക്ക് നമ്മുടെ മെയിൻ സംഭവത്തിലേക്ക് കിടക്കാം, ക്യാമറ പെർഫോമൻസ്.
പെർഫോമൻസ്. സോ ഫ്രണ്ടിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 32 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ഷൂട്ടറാണ്. ഇനി റിയർ ക്യാമിൽ നമുക്കൊരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണുള്ളത്. ആദ്യത്തേത് 48 മെഗാ പിക്സലിന്റെ ഒരു ബിഗ് ഐ ക്യാമറ അല്ലെങ്കിൽ ഒരു ഗിംബൽ ക്യാമറ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതിൻ്റെ കൂടെ വരുന്ന രണ്ടാമത്തെ ക്യാമറ ഒരു 13 മെഗാ പിക്സലിന്റെ ഒരു പോർട്രേറ്റ് ക്യാമറയാണ്. സോ ഇത് ഒരു 50mm പ്രൈം ലെൻസ് ആണ്. അത്യാവശ്യം DSLR ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. സോ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിക്കൊക്കെ വളരെ സ്യൂട്ടബിൾ ആയിരിക്കും. കൃത്യമായിട്ട് ആ ഒരു ബൊക്കെ എഫക്റ്റ് ഒക്കെ നമുക്ക് ഇതിൽ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ക്യാമറ എന്ന് പറയുന്നത് 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ആണ്. നാലാമത്തെ ക്യാമറ എന്ന് പറയുന്നത് 8 മെഗാ പിക്സലിന്റെ ഒരു പെരിസ്കോപ്പിക് ടെലിഫോട്ടോ ലെൻസ് ആണ്. സോ ഇനി ഗിംബൽ ക്യാമറയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. നിങ്ങൾ EIS പറ്റി കേട്ടിട്ടുണ്ടാവും, ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ. സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴോ വീഡിയോ എടുക്കുമ്പോഴോ നമ്മളെ കൈയെല്ലാം ഷേക്ക് ആവുന്നതനുസരിച്ചിട്ട് വീഡിയോ ഷേക്ക് ആവാറുണ്ട് അല്ലേ? സോ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റെബിലൈസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് EIS. സോ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഇമേജ് ക്വാളിറ്റിയിലും ചെറിയൊരു റിഡക്ഷൻ നമുക്ക് നോട്ട് ചെയ്യാം. അതേപോലെ തന്നെ മറ്റൊരു സംഭവമുണ്ട് OIS, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. സോ ഇത് ഫുള്ളി ഡിജിറ്റൽ അല്ല, ഇതിന് കുറെ മെക്കാനിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്. സോ അത് കാരണം നമ്മുടെ കൈകളിലൂടെ വരുന്ന വൈബ്രേഷൻസ് എല്ലാം ഒന്ന് ഡാമ്പ് ഔട്ട് ചെയ്യാൻ പറ്റും. സോ ഈ OIS സ്റ്റെബിലൈസേഷൻ പോരാ എന്ന് തോന്നുന്നവർ, സ്പെഷ്യലി വീഡിയോഗ്രാഫിയിലെല്ലാം ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ളവർ എന്ത് ചെയ്യുക, ഗിംബിൾ യൂസ് ചെയ്യും. ഗിംബിൾ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഓസ്മോഡിയും Zio Smooth 4 അതേപോലെയുള്ള ഗിംബിൾസ് എല്ലാം അവൈലബിൾ ആണ്. സോ ഇതിൽ ഫോൺ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടിയും സ്റ്റേബിൾ ആയിട്ടുള്ള സ്മൂത്തായി പാനെല്ലാം ചെയ്യാൻ പറ്റുന്ന സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റും. ബട്ട് ഇവിടെ വിവോ എന്താ ചെയ്തിട്ടുള്ളത്, ഈ നോർമൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനെ വേറൊരു ലെവലിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇത് അച്ചീവ് ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞ ഗിംബിൾ പോലത്തെ ഒരു മെക്കാനിസം നമ്മുടെ ഫോണിൽ തന്നെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടാണ്. ഈ OISന്റെ പെർഫോമൻസ് നമ്മൾ ആക്ച്വലി മെഷർ ചെയ്യാറ് ഒരു ആംഗിളിന്റെ ബേസിലാണ്. എത്രത്തോളം ആംഗിളിൽ ഈ ക്യാമറയ്ക്ക് വൈബ്രേഷനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. സോ ഇപ്പം നിലവിലുള്ള ഒരുവിധ എല്ലാ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലും ഉള്ള ട്രഡീഷണൽ OISന്റെ ആ ആംഗിൾ എന്ന് പറയുന്നത് 0.7 ഡിഗ്രിയാണ്. ബട്ട് വിവോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ ഗിംബിൾ ക്യാമറയുടെ ആ ഒരു റൊട്ടേഷൻ ആംഗിൾ, ആ ഒരു കോമ്പൻസേഷൻ ആംഗിൾ എന്ന് പറയുന്നത് 3 ഡിഗ്രിയാണ്. അതായത് ഇപ്പോൾ നിലവിലുള്ള എല്ലാ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളെക്കാളും ബെറ്റർ സ്റ്റെബിലൈസേഷൻ ആണ് നമുക്ക് X50 Proയിലൂടെ ലഭിക്കാൻ പോണത്. സോ ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ആദ്യത്തെ ഗുണം എന്ന് പറഞ്ഞാൽ വളരെ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഏറ്റവും സിമ്പിൾ ആയിട്ട് iPhone 11 Proയുമായിട്ട് കമ്പയർ ചെയ്തിട്ട് സൈഡ് ബൈ സൈഡ് ആയിട്ട് ഒരാൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ സ്റ്റെബിലൈസേഷൻ നമുക്ക് നോക്കാം. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും X50 Pro എത്ര സ്റ്റേബിൾ ആണ്. iPhone 11 Pro നോക്കിയാൽ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും അത് യൂസ് ചെയ്യുന്ന ആൾ ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് അല്ലേ. ബട്ട് X50 Pro നോക്ക് വളരെ സ്റ്റേബിൾ ആണ്. സോ വീഡിയോ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന പോലെ തന്നെ ഫോട്ടോ ക്വാളിറ്റിയിലും ഈ ഗിംബൽ ക്യാമറ ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരുന്നുണ്ട്. X50 Proയിൽ വെച്ച് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് പെട്ടെന്നൊരു ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ വൈബ്രേഷൻസിന്റെ അളവ് വളരെ വളരെ കുറവായിരിക്കും. കാരണം ഈ ഗിംബൽ നമ്മുടെ കൈയിന്റെ പെട്ടെന്നുള്ള വൈബ്രേഷൻസ് കോമ്പൻസേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നൈറ്റ് മോഡ് ഫോട്ടോഗ്രാഫി. നമുക്കറിയാം നോർമൽ ക്യാമറയിൽ നൈറ്റ് മോഡ് ഫോട്ടോഗ്രാഫി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം നമ്മൾക്ക് വെയിറ്റ് ചെയ്യണം. കാരണം ഈ ഒരു വെയിറ്റിംഗ് പീരീഡിൽ ആക്ച്വലി എന്താ നടക്കുക, നമ്മുടെ ഈ ഫോൺ മൾട്ടിപ്പിൾ ഫോട്ടോസ് ക്യാപ്ചർ ചെയ്ത് അത് പരസ്പരം സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുക. എന്നിട്ടാണ് ഇമേജ് പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ നൈറ്റ് മോഡിലുള്ള ഫോട്ടോസ് നമുക്ക് കിട്ടുന്നത്. ബട്ട് ഈ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് അത്രയും നേരം നമ്മുടെ കൈ സ്റ്റേബിൾ ആയിട്ട് വെക്കണം, അല്ലെങ്കിൽ ഈ എടുക്കുന്ന മൾട്ടിപ്പിൾ ഫോട്ടോസ് ഡിഫറെൻ്റ് ആയിരിക്കും. അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് ബ്ലർഡ് ആയിട്ടുള്ള ഫോട്ടോസ് കിട്ടും. സോ ഈ ഒരു സിറ്റുവേഷനിലും X50 Proന്റെ ഗിംബിൾ ക്യാമറ വളരെ ഹെൽപ്ഫുൾ ആണ്. നമ്മൾ ഈ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്യുന്ന ഒരു ടൈമിൽ നമ്മുടെ ഹാൻഡ് ഷേക്ക് ആയാലും ഗിംബിൾ ക്യാമറ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ഫോട്ടോസ് എടുക്കുകയും അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു നൈറ്റ് മോഡ് ഫോട്ടോസ് ലഭിക്കുകയും ചെയ്യുന്നു. അതായത് ഏത് മോഡ് ഓഫ് ഫോട്ടോഗ്രാഫി ആയാലും ഒരു കുഴപ്പമില്ല. മേ ബി പോർട്രേറ്റ് ആവാം, മേ ബി സ്പോർട്സ് മോഡ് ആവാം, മേ ബി നൈറ്റ് മോഡ് ആവാം, മേ ബി സൂം ചെയ്തിട്ടുള്ള ഒരു പെരിസ്കോപ്പിക് ഫോട്ടോ ആവാം, അല്ലെങ്കിൽ നക്ഷത്രങ്ങളുടെ എല്ലാം ഫോട്ടോ എടുക്കുന്ന ഒരു ആസ്ട്രോ മോഡ് ആവാം. സോ ഇതിലെല്ലാത്തിലും നമ്മുടെ ഈ ഗിംബിൾ ക്യാമറ X50 Proയുടെ ഫോട്ടോഗ്രാഫിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് X50നെ പറ്റി ഡിസ്കസ് ചെയ്യാം. സോ മെയിൻ ആയിട്ട് 2-3 ഡിഫറൻസസ് മാത്രമേ X50ക്ക് X50 Proയിൽ നിന്നുള്ളൂ. മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഗിംബിൾ ക്യാമറ സെറ്റപ്പ് X50യിൽ ഇല്ല. സെയിം പ്രൈമറി സെൻസർ കിട്ടും 14 മെഗാ പിക്സലിന്റെ, ബട്ട് ആ ഗിംബിൾ സെറ്റപ്പ് X50യിൽ ലഭിക്കുന്നതല്ല. അതേപോലെ തന്നെ X50 Proയിലുള്ള ആ പെരിസ്കോപ്പിക് ലെൻസ് ഉണ്ടല്ലോ, അത് നമ്മുടെ X50യിൽ ലഭിക്കുന്നതല്ല.
അതിന് പകരം 5MP ഒരു മാക്രോ ലെൻസ് ആണ് X50 ഉള്ളത്. പക്ക മിഡ് റേഞ്ച് പ്രൊസസ്സറായ 730 പ്രൊസസ്സറാണ് വിവോ X50യിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് മൊത്തത്തിൽ X50 സീരീസ്. ഇനി നമുക്ക് പ്രൈസിലേക്ക് കടക്കാം. സോ X50 വരാൻ പോകുന്നത് 2 വേരിയൻസിലാണ്. സോ ആദ്യത്തെ വേരിയൻറ്റ് 8GB 128GB വേരിയൻറ്റ് വരാൻ പോകുന്നത് 34,990 റുപ്പീസിനാണ്. രണ്ടാമത്തെ വേരിയൻറ്റ് 8GB 256GB സ്റ്റോറേജ് വേരിയൻ്റ് ആണ്. സോ ഇത് നമുക്ക് ലഭിക്കാൻ പോകുന്നത് 37,990 റുപ്പീസിനാണ്. ഇനി നമ്മുടെ പ്രോ വേരിയൻറ്റ് X50 Pro വരാൻ പോകുന്നത് 8GB 256GB ഒരൊറ്റ വേരിയൻ്റ് ആയിട്ടാണ്. സോ ഈ വേരിയൻറ്റിൻ്റെ പ്രൈസ് വരാൻ പോകുന്നത് 49,990 റുപ്പീസിനാണ്. ഇനി അടുത്ത ബിഗ് ക്വസ്റ്റ്യൻ, ഈ X50 സീരീസ് ഞങ്ങൾ നിങ്ങൾക്കായി റെക്കമെൻഡ് ചെയ്യുമോ എന്നുള്ളതാണ്. ഒരു കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറയാം, X50 എന്ന് പറയുന്ന വേരിയൻറ്റ് ഡെഫിനറ്റ്ലി ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. ഒന്നാമത്തെ കാരണം ഹൈലൈറ്റ് ആയിട്ടുള്ള ഗിംബിൾ സെറ്റപ്പ് നമുക്ക് ഇതിന് ലഭിക്കുന്നില്ല. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൊസസ്സറാണ്. സ്നാപ്ഡ്രാഗൺ 730 പ്രൊസസ്സർ നമുക്കറിയാം പക്ക മിഡ് റേഞ്ച് ആയിട്ടുള്ള പ്രൊസസ്സറാണ്. ഓൾമോസ്റ്റ് 15,000-നും 30,000-നും ഇടയിൽ തന്നെ ഒരുപാട് സ്നാപ്ഡ്രാഗൺ 730 പ്രൊസസ്സർ നമുക്ക് അവൈലബിൾ ആണ്. 730G പ്രൊസസ്സർ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ 855 പ്രൊസസ്സറിലുള്ള സ്മാർട്ട് ഫോൺസും അവൈലബിൾ ആണ്. ആ സമയത്ത് ഒരു 35,000 ഒരു 38,000 X50 വേരിയന്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അതിലും നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഡിവൈസ് ഐക്യു പോലെ OnePlus പോലുള്ള ഈവൻ OnePlus Nord ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. സോ അതെല്ലാം ഡെഫിനറ്റ്ലി X50യേക്കാളും ഒരു ബെറ്റർ ഓപ്ഷനാണ്. ഇനി X50 Proയിലേക്ക് വരാം. ഇത് കുറച്ച് ട്രിക്കിയാണ്. ഒരു പക്ക ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഒരു സ്നാപ്ഡ്രാഗൺ പ്രൊസസ്സർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ ഒരു 50,000 താഴെ തന്നെ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. വേണമെങ്കിൽ OnePlus 8 എടുക്കാം, വേണമെങ്കിൽ MI 10 എടുക്കാം, വേണമെങ്കിൽ ഈവൻ Realme X50 വരെ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ കുറച്ചുകൂടി എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് OnePlus 8 Pro വരെ ചൂസ് ചെയ്യാം. ബട്ട് ഈ ഒരു ക്യാമറ പെർഫോമൻസും ഈ ഒരു ക്യാമറ സെൻട്രിക് ഫീച്ചേഴ്സും നമുക്ക് മറ്റൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ നിന്നും നമുക്ക് ലഭിക്കില്ല എന്നത് തന്നെയാണ് വിവോ X50 Proയുടെ മെയിൻ അഡ്വാൻറ്റേജ്. സോ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം ക്വാളിറ്റിയിലുള്ള നല്ല ക്യാമറ പെർഫോമൻസ് ഉള്ള ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് X50 Pro. ഇതുവരെ ഔട്ടായിട്ടുള്ള എല്ലാ ഫസ്റ്റ് ഇംപ്രഷൻസും കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം ഷുവറാണ്, വിവോ X50 Pro എടുത്തിട്ട് നിങ്ങൾ ഒരിക്കലും പറയില്ല മോശമായി പോയല്ലോ, ഒരു തെറ്റായ ഡിസിഷൻ ആയി പോയല്ലോ ഇത് എന്ന്. അതേസമയം നിങ്ങളൊരു ഹൈ എൻഡ് പെർഫോമൻസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഞങ്ങൾ ഈ സ്മാർട്ട് ഫോൺ സജസ്റ്റ് ചെയ്യില്ല. ഓക്കെ, സോ ഇതാണ് X50 സീരീസിനെ പറ്റിയുള്ള ഞങ്ങളുടെ അഭിപ്രായങ്ങൾ. സോ X50 സീരീസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ ഗിംബിൾ ക്യാമറ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, X50 Proയുടെ പ്രൈസിങ്ങിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം തന്നെ നമ്മുടെ കമന്റ് സെക്ഷനിലൂടെ നമ്മൾ അറിയിക്കുക. സോ ഐ വിൽ ബി ബാക്ക് വിത്ത് അനദർ ഗ്രേറ്റ് വീഡിയോ. Till then, bye.